ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും 5 കിങ്ഡംസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ അല്ലേ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ആദ്യം നമ്മൾ കിങ്ഡം മൊണീറയെക്കുറിച്ചും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മൈന്യൂട്ട് മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും ഏതൊക്കെ ടൈപ്പ് ബാക്ടീരിയങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞു. അത് മൊണീറ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ്. നോക്കാം എന്താണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പറഞ്ഞപ്പോൾ ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഈസ് based on the complexity of cell structure, complexity of body of organism and mode of nutrition എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗാനിസംസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കിങ്ഡം പ്രോട്ടിസ്റ്റ ഇൻക്ലൂഡ്സ് യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ്. മൊണീറയിൽ നമ്മൾ പറഞ്ഞത് യൂണിസെല്ലുലാർ പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് എന്നാണ്. ഇവിടെ നമ്മൾ പറയുന്നു യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ്. യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്, യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ് എന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ. ഇനി ഈ പറയുന്ന കിങ്ഡം പ്രോട്ടിസ്റ്റ അല്ലെങ്കിൽ ഈ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസംസിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് വിച്ച് കംസ് അണ്ടർ ദിസ് ഗ്രൂപ്പ് ആർ അക്വാട്ടിക് ഇൻ നേച്ചർ. ഇതിൽ വരുന്ന മിക്കവാറും ഉള്ളതെല്ലാം തന്നെ എന്താണ്? അക്വാട്ടിക് ഫോംസിലാണ്. അതായത് ദി ഫൗണ്ട് ഇൻ വാട്ടർ, വെള്ളത്തിൽ കാണപ്പെടുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഓർഗാനിസംസ് ആണ് പ്രധാനമായിട്ടും പ്രോട്ടിസ്റ്റൻസിൽ വരുന്നത്. മാത്രമല്ല ഈ പ്രോട്ടിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഹയർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസുമായിട്ടുള്ള പ്ലാന്റ്സും ആനിമൽസുമായിട്ട് ഒരു ലിങ്ക്, അതായത് ഇനിഷ്യലി ഉണ്ടായിരുന്ന ഓർഗാനിസംസിന് ഇപ്പോഴുള്ള ഓർഗാനിസംസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്കാണ് പ്രോട്ടിസ്റ്റൻസ് എന്ന് പറയുന്നത്. പ്രോട്ടിസ്റ്റൻസ് ദേ മേക്സ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ കിങ്ഡം പ്ലാന്റേ ആൻഡ് അനിമേലിയ. ഹയർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കുന്ന ഒരു കിങ്ഡമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. സോ ദേ ആർ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദെം ആർ മറൈൻ ഇൻ നേച്ചർ ആൻഡ് ദാറ്റ് മേക്സ് എ ലിങ്ക് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. മനസ്സിലായല്ലോ. ഇനി ഈ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഓർഗാനിസംസിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഓർഗാനിസംസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു ന്യൂക്ലിയസും മറ്റ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഒക്കെ കാണാം. കാരണം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഇത് എന്താണെന്ന് പറഞ്ഞു, യൂകാരിയോട്ടിക് ഓർഗാനിസമാണ് അല്ലേ. അപ്പോൾ ഒരു യൂകാരിയോട്ട് ആയതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു ന്യൂക്ലിയസും അതോടൊപ്പം തന്നെ മറ്റുള്ള മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം സം ഓഫ് ദം, കാരണം ഇതൊരു ഗ്രൂപ്പാണ്, ലാർജ് ഗ്രൂപ്പാണ് അല്ലേ. ഈ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസംസിൽ സം ഓഫ് ദം ഹാവ് സീലിയ ഓർ ഫ്ലജല്ല. അതിനെക്കുറിച്ച് പിന്നീട് നിങ്ങൾ പഠിക്കും. എന്താണ് സീലിയ, എന്താണ് ഫ്ലജല്ല. സീലിയ അല്ലെങ്കിൽ ഫ്ലജല്ല എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. ലോക്കോമോഷൻ, ഒരു ലിക്വിഡ് മീഡിയത്തിൽ ദ്രവസദൃശ്യമായിട്ടുള്ള ഒരു മീഡിയത്തിൽ കൂടെ ആക്റ്റീവായിട്ട് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സാണ് സീലിയ, അതുപോലെ തന്നെ ഫ്ലജല്ല എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. രണ്ടിൻ്റെയും ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്, ലോക്കോമോഷൻ, അതായത് സഞ്ചരിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ. അപ്പോൾ യൂകാരിയോട്ട് ആയതുകൊണ്ട് തന്നെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും കാണപ്പെടുന്നു. അതോടൊപ്പം തന്നെ ദേ ഹാവ് സീലിയ ഓർ ഫ്ലജല്ല ഹെൽപ്സ് ഫോർ ലോക്കോമോഷൻ. ലോക്കോമോഷനെ സഹായിക്കുന്ന തരത്തിലുള്ള സീലിയ അല്ലെങ്കിൽ ഫ്ലജല്ല അവിടെ കാണപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ. ഇനി ഈ പറയുന്ന പ്രോട്ടിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന മെമ്പേഴ്സ് ദേ റീപ്രൊഡ്യൂസ് അസെക്ഷുവലി ആൻഡ് സെക്ഷുവലി. 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ മെക്കാനിസംസ് അവിടെ കാണുന്നുണ്ട്. ഇതൊക്കെയാണ്: ഒന്ന് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, 2 സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ദേ റീപ്രൊഡ്യൂസ് അസെക്ഷുവലി ആൻഡ് സെക്ഷുവലി ബൈ എ പ്രോസസ് ഇൻവോൾവിങ് സെൽ ഫ്യൂഷൻ ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ. ജസ്റ്റ് അത് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി, വിശദമായിട്ടൊക്കെ പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യം അതിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ റീപ്രൊഡക്ഷൻ ഏതാണ്, ഏത് ടൈപ്പാണെന്ന് മാത്രം പഠിക്കുക. They reproduce asexually and sexually by a process involving cell fusion and zygote formation. അപ്പോൾ നോക്കുക, ഇത്രയുമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ജനറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പോയിന്റ് നമ്പർ 1, they are single celled eukaryotic organisms.
പോയിന്റ് നമ്പർ 2, മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ആർ അക്വാട്ടിക് ഇൻ നേച്ചർ. പോയിന്റ് നമ്പർ 3, ദ കിങ്ഡം ഇറ്റ് ഫോംസ് എ ലിങ്ക് വിത്ത് അതർ ഓർഗാനിസംസ് ഇൻക്ലൂഡിംഗ് ദ ഗ്രൂപ്പ്. ഏതൊക്കെയാണ് കിങ്ഡം? പ്ലാന്റേ ആൻഡ് അനിമേലിയ. അതുപോലെ തന്നെ പോയിന്റ് നമ്പർ 4, ബീങ് എ യൂക്കാരിയോട്ട്, most of them have a well defined nucleus and membrane bound organelles. ഒരു യൂക്കാരിയോട്ട് ആയതുകൊണ്ട് തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും അതോടൊപ്പം തന്നെ മറ്റുള്ള ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഒക്കെ തന്നെ കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താണ്? സം ഓഫ് ദം ഹാവ് സീലിയ ഓർ ഫ്ലജല്ല, അല്ലേ? ഹെൽപ്സ് ഫോർ ലോക്കോമോഷന് സഹായിക്കുന്ന സീലിയ അതോടൊപ്പം തന്നെ ഫ്ലജല്ല കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ദേ റീപ്രൊഡ്യൂസ് അസെക്ഷുവലി ആൻഡ് സെക്ഷുവലി ബൈ എ പ്രോസസ് ഇൻവോൾവിംഗ് സെൽ ഫ്യൂഷൻ ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ. സെൽ ഫ്യൂഷൻ അല്ലെങ്കിൽ സൈഗോട്ട് ഫോർമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഇവിടെ റീപ്രൊഡക്ഷൻ മെക്കാനിസം നടക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നതിൻ്റെ കോമൺ സാലിയൻ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഈ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത് ഒരു ലാർജ് ഗ്രൂപ്പാണ്. ഇതിൽ ഒരുപാട് സബ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കിങ്ഡം പ്രൊട്ടിസ്റ്റ, അല്ലെങ്കിൽ ഈ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെട്ട് വരുന്ന ഓർഗാനിസംസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്, വർഗീകരണം, ഇതിൽ ഉൾപ്പെട്ട് വരുന്ന സബ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ കിങ്ഡം പ്രൊട്ടിസ്റ്റ ആർ മെയിൻലി സബ് ഡിവൈഡഡ് ഇൻറ്റു 5 മെയിൻ കാറ്റഗറീസ്. നമുക്ക് പ്രധാനമായിട്ടും ഇതിനെ 5 കാറ്റഗറി ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാം, 5 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന്, ക്രൈസോഫൈറ്റ്സ്, CHRYSOPHYTES, ക്രൈസോഫൈറ്റ്സ്. 2, ഡൈനോഫ്ലജലേറ്റ്സ്, DINOFLAGELLATES, ഡൈനോഫ്ലജലേറ്റ്സ്. 3, യൂഗ്ലിനോയിഡ്സ്, EUGLENOIDS, യൂഗ്ലിനോയിഡ്സ്. 4, സ്ലിമൗൾസ്, SLIMEMOULDS, സ്ലിമൗൾസ്. 5, പ്രോട്ടോസോവൻസ്, PROTOZOANS. അപ്പോൾ കിങ്ഡം പ്രൊട്ടിസ്റ്റ മെയിൻലി ഇൻക്ലൂഡ്സ് 5 മെയിൻ സബ് കാറ്റഗറീസ്. ഏതൊക്കെയാണ്? 1, ക്രൈസോഫൈറ്റ്സ്. 2, ഡൈനോഫ്ലജലേറ്റ്സ്. 3, യൂഗ്ലിനോയിഡ്സ്. 4, സ്ലിമൗൾസ്. 5, പ്രോട്ടോസോവൻസ്. ഇനി നമുക്ക് ഈ 5 സബ് കാറ്റഗറീസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട് എന്താണ് ഈ ഓരോ ഗ്രൂപ്പിലും ഉൾപ്പെട്ട് വരുന്ന പ്രൊട്ടിസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. ഓക്കെ, ശരി. ഇതിലാദ്യം നമ്മൾ പറയുന്നത് ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ചാണ്. പ്രൊട്ടിസ്റ്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ് ഗ്രൂപ്പാണ് ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്രൈസോഫൈറ്റ്സ് എന്ന് ചോദിച്ചാൽ, ഈ ക്രൈസോഫൈറ്റ്സിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രൊട്ടിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ പറയും ഡയറ്റംസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡെസ്മിഡ്സ്. അതായത് നമ്മളതിനെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ഗോൾഡൻ ആൽഗെ എന്നാണ്. ആ പേര് മാത്രം പഠിക്കുക, ഡയറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ്. The most common members of this group are diatoms and desmids. അതുപോലെ തന്നെ ദി ഫൗണ്ട് ഇൻ, നമ്മൾ നേരത്തെ പറഞ്ഞു എവിടെയാണ് കൂടുതലായിട്ടും ഇത് കാണപ്പെടുന്നത്? അക്വാട്ടിക് എൻവിയോൺമെൻറ്റിലാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ദി ഫൗണ്ട് ഇൻ ബോത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ. അക്വാട്ടിക് എന്ന് പറയുമ്പോൾ അവിടെ 2 എൻവിയോൺമെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് എന്താണ്? അക്വാട്ടിക് ഒന്ന് ഫ്രഷ് വാട്ടർ എൻവിയോൺമെൻറ്റ്, 2 മറൈൻ, അതായത് ശുദ്ധജലത്തിലും അതോടൊപ്പം തന്നെ കടൽ വെള്ളത്തിലും, അല്ലേ? ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെട്ട് വരുന്ന ഓർഗാനിസംസ് ദി ഫൗണ്ട് ബോത്ത് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ എൻവിയോൺമെൻറ്റ്സ്. ഇത് ഫ്രഷ് വാട്ടറിലും കാണപ്പെടുന്നുണ്ട്, മറൈൻ എൻവിയോൺമെൻറ്റിലും കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ദേ ആർ മൈന്യൂട്ട് മൈക്രോസ്കോപ്പിക് ഫ്രീ ഫ്ലോട്ടിംഗ് ഓർഗാനിസംസ്. അതായത് ഇത് മൈന്യൂട്ട്, വളരെ ചെറുതാണ്, മൈക്രോസ്കോപ്പിക് ആണ്. മാത്രമല്ല ദേ ഫ്ലോട്ട് ഫ്രീലി ഓൺ ദി സർഫസ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന ടൈപ്പാണ്. ഇതിന് നമ്മൾ ഒരൊറ്റ വാക്ക് പറയും, പ്ലാങ്ക്ടൺസ്. അതായത് മലയാളത്തിൽ നമ്മൾ പ്ലവകങ്ങൾ എന്നാണ് പറയുന്നത്, പ്ലാങ്ക്ടൺസ്. ദേ ആർ പ്ലാങ്ക്ടോണിക് ഫോംസ് എന്ന് പറയും. പ്ലാങ്ക്ടോണിക് എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് ഓർ മൈക്രോസ്കോപ്പിക് ഫ്രീ ഫ്ലോട്ടിംഗ് ഫോംസ്. ദറ്റ് മീൻസ് ദേ ഫ്ലോട്ട് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. വെള്ളത്തിന് മുകളിൽ കൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന മൈന്യൂട്ട് ഫോംസിനെ വിളിക്കുന്ന പേരാണ് പ്ലാങ്ക്ടൺസ്. അത് പലതരത്തിലുണ്ട്. പ്ലാങ്ക്ടൺസ് പ്ലാന്റ്സിൻ്റെ ഇതിൽ വരുമ്പോൾ നമ്മളതിനെ ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയും. അനിമൽസിൻ്റെ കാറ്റഗറിയിൽ വരുമ്പോൾ അതിനെ നമ്മൾ സൂവോ പ്ലാങ്ക്ടൺസ് എന്ന് പറയും. അത് പിന്നീട് പഠിക്കും. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ദ ക്രൈസോഫൈറ്റ്സ് ആർ മൈക്രോസ്കോപ്പിക് ആൻഡ് ഫ്ലോട്ട് ഫ്രീലി ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ ആൻഡ് ദേ ആർ കോൾഡ് പ്ലാങ്ക്ടോണിക് ഫോംസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന പ്ലാങ്ക്ടോണിക് ഫോംസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇതിൽ വരുന്ന, അതായത് ക്രൈസോഫൈറ്റ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദെം ആർ ഫോട്ടോസിന്തറ്റിക് ഇൻ നേച്ചർ. മിക്കവാറുമുള്ളതെല്ലാം തന്നെ ഫോട്ടോസിന്തറ്റിക് ആണ്. എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ എബിലിറ്റി ടു സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽസ്. അതിന് സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. മനസ്സിലായല്ലോ? ദേ ഹാവ് ദ എബിലിറ്റി ടു സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽസ്. അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്പറാണ് ഞാൻ പറഞ്ഞു ഡയറ്റംസ് എന്ന് പറയുന്നത്, അല്ലേ? ഈ ഡയറ്റംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡയറ്റംസ്
The cell wall of diatoms composed of a complex indestructible substance. ഈ പറയുന്ന പ്രോട്ടിസ്റ്റൻസിൽ ക്രൈസോഫൈറ്റ്സിൽ ഉൾപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട മെമ്പറായ ഡൈറ്റംസിൻ്റെ സെൽ വോൾ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഇൻഡിസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള, അതായത് വളരെ പെട്ടെന്ന് നശിപ്പിക്കപ്പെടാത്ത ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. എ കോംപ്ലക്സ് ഇൻഡിസ്ട്രക്റ്റബിൾ സബ്സ്റ്റൻസ്, അതായത് സിലിക്ക എന്നാണ്, അതായത് സിലിക്ക എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. ദ സെൽ വോൾ ഓഫ് ഡൈറ്റംസ് കമ്പോസ്ഡ് ഓഫ് എന്താണ് എ ഹാർഡ് ഇൻഡിസ്ട്രക്റ്റബിൾ സബ്സ്റ്റൻസ് കോൾഡ് സിലിക്ക. അതായത് സിലിക്ക സബ്സ്റ്റൻസ് കൊണ്ടാണ് ഇതിൻ്റെ സെൽ വോൾ എന്ത് ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഈ സെൽ വോൾ അല്ലെങ്കിൽ ഇതിൻ്റെ സെൽ വോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദ സെൽ വോൾ കമ്പോസ്ഡ് ഓഫ് ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽസ്, രണ്ട് തിൻ കട്ടി കുറഞ്ഞ ഓവർലാപ്പ് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് മറ്റേതിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ. നമ്മൾ ഒരു സോപ്പ് പെട്ടി കണ്ടിട്ടില്ലേ, സോപ്പ് പെട്ടിയിൽ ഒരു അടപ്പ് മറ്റേ അടപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കുന്നില്ലേ, കറക്റ്റ് ഫിക്സ് ആയിരിക്കുന്ന രീതിയിൽ. അപ്പോൾ അതുപോലെ ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽസ്, നമുക്ക് എക്സാമ്പിളായിട്ട് അതന്നെ പറയാം, ലൈക്ക് എ സോപ്പ് ബോക്സ്, ഒരു സോപ്പ് പെട്ടി പോലെ അല്ലെങ്കിൽ സോപ്പ് പെട്ടിയുടെ അടപ്പ് പോലെ രണ്ട് തിൻ കട്ടി കുറഞ്ഞ ഓവർലാപ്പിംഗ് ഷെൽസ് ആയിട്ടാണ് ഈ പറയുന്ന ക്രൈസോഫൈറ്റ്സിൻ്റെ സെൽ വോൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? The most common members of chrysophytes are diatoms and desmids. Point number 2, they found in both freshwater and marine environments. Point number 3, they are microscopic planktonic forms. Planktonic means float freely on the surface of water. Then point number 4, their cell wall composed of a complex indestructible substance called silica. A complex indestructible substance called silica. And point number 5, ഇപ്പോൾ പറഞ്ഞ എന്താണ്? Their cell wall composed of two thin overlapping shells like a soap box. ഒരു സോപ്പ് പെട്ടിയുടെ അടപ്പ് പോലെ രണ്ട് കട്ടി കുറഞ്ഞ ഓവർലാപ്പിംഗ് ഷെൽസ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി ഇതിൽ ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് എന്താണ് ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് ചോദിക്കും. ഡയറ്റമേഷ്യസ് എർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറ്റമേഷ്യസ് എർത്ത്. അപ്പോൾ ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ ഡയറ്റംസിൻ്റെ സെൽ വോൾ കമ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കോംപ്ലക്സ് ഇൻഡിസ്ട്രക്റ്റബിൾ സബ്സ്റ്റൻസ് ഉണ്ട്. ഏതാണ്? സിലിക്ക, അല്ലേ? ഈ സിലിക്ക, അതായത് ഡയറ്റംസ് കാണപ്പെടുന്ന അതിൻ്റെ സറൗണ്ടിങ്സിൽ ഇത് സിലിക്ക ഡെപ്പോസിറ്റ് ചെയ്യും. The diatoms they left behind large amount of silica deposition in their habitat. അതായത് ഇത് എവിടെയാണോ കാണപ്പെടുന്നത്, ഇതിൻ്റെ സെൽ വോളിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആയിട്ടുള്ള സിലിക്ക ഇത് എവിടെ കാണപ്പെടുന്നോ അതിൻ്റെ സറൗണ്ടിങ്സിൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്, അതായത് ചുറ്റുപാട് കൂടുതലായിട്ട് സിലിക്ക ഡെപ്പോസിഷൻ വരുമ്പോൾ അതിനെയാണ് നമ്മൾ ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് വിളിക്കുന്നത്. ആ ഒരു ഏരിയ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറ്റമേഷ്യസ് എർത്ത്. അപ്പോൾ എന്താണ്? The diatoms left behind large amount of silica deposition in their habitat and that constitute diatomaceous earth. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനൊരു ഗ്രിറ്റി നേച്ചറാണ് ഈ പറയുന്ന ഡയറ്റമേഷ്യസ് എർത്തിന്. അത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് ഇപ്പോൾ പോളിഷിംഗ് പ്രോസസ്സിന്, അതുപോലെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്പ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദ ഡയറ്റമേഷ്യസ് എർത്ത് ബീയിങ് ഇറ്റ്സ് ഗ്രിറ്റി നേച്ചർ, ദ സോയിൽ, ഈ ഡയറ്റമേഷ്യസ് എർത്ത് അല്ലെങ്കിൽ അവിടെയുള്ള സോയിൽ, ആ മണ്ണ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്? It is used for polishing, filtration of syrup, etc. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ദീസ് ഡൈറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ. അതായത് കടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡ്യൂസറാണ്, ഉൽപ്പാദകർ. കാരണം ഇത് ഫോട്ടോസിന്തറ്റിക് ആണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോട്ടിസ്റ്റൻസിലെ ഒന്നാമത്തെ കാറ്റഗറിയായ ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. എന്താണ് ഒന്നുകൂടെ പറയാം. ക്രൈസോഫൈറ്റ്സ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡൈറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ ഓർ ഡെസ്മിഡ്സ്. Point number 2, they found both in freshwater and marine environments. Point number 3, they are microscopic free floating forms, അതായത് planktonic forms. Point number 4, most of them are photosynthetic in nature. Point number 5, their cell wall composed of a complex indestructible substance called silica. Then point number 5, their cell wall composed of two thin overlapping shells. എന്തുകൊണ്ടാണ്? സിലിക്ക ഡെപ്പോസിഷൻ ആണ് വരുന്നത്, ലൈക്ക് എ സോപ്പ് ബോക്സ്. ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഡയറ്റമേഷ്യസ് എർത്ത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദ സെൽ വോൾ ഓഫ് ക്രൈസോഫൈറ്റ്സ് ഓർ ഡയറ്റംസ് ഇറ്റ് കമ്പോസ്ഡ് ഓഫ് എ കോംപ്ലക്സ് ഇൻഡിസ്ട്രക്റ്റബിൾ സബ്സ്റ്റൻസ് കോൾഡ് സിലിക്ക ആൻഡ് ദേ ലെഫ്റ്റ് ബിഹൈൻഡ് ലാർജ് എമൗണ്ട് ഓഫ് സിലിക്ക ഡെപ്പോസിഷൻ ഇൻ ദെയർ ഹാബിറ്റാറ്റ് ആൻഡ് ദ അക്യുമുലേഷൻ ഈസ് കോൾഡ് ഡയറ്റമേഷ്യസ് എർത്ത്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടെ പറയാം. ബീയിങ് ഇറ്റ്സ് ഗ്രിറ്റി നേച്ചർ, ദ സോയിൽ ഈസ് യൂസ്ഡ് ഇൻ polishing,
filtration of oils and syrup, etc. മനസ്സിലായല്ലോ. ആൻഡ് ഓൾസോ ദീസ് ഡയറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷൻ. അപ്പോൾ ഇത്രയുമാണ് പ്രോട്ടിസ്റ്റയിലെ ഒന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഇനി ഇതിൽ രണ്ടാമത്തെ കാറ്റഗറി, രണ്ടാമത്തെ സബ് ഡിവിഷൻ എന്ന് പറയുന്നത് ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പറയും. ഡൈനോഫ്ലജലേറ്റ്സ്. അപ്പോൾ എന്താണ് ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് വെച്ചാൽ ദ സെക്കൻഡ് കാറ്റഗറി ഓഫ് കിങ്ഡം പ്രോട്ടിസ്റ്റ ഡൈനോഫ്ലജലേറ്റ്സ്. So the dinoflagellates are the protistans they found mostly in marine environments. അതായത് കൂടുതലായിട്ടും സീ വാട്ടറിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടിസ്റ്റ ആണ്, അല്ലെങ്കിൽ പ്രോട്ടിസ്റ്റൻ ആണ് ആരെന്ന് പറയുന്ന ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഇൻ നേച്ചർ. നമ്മൾ ക്രൈസോഫൈറ്റ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ മറൈനും ഫ്രഷ് വാട്ടറും ഉണ്ട്, പക്ഷേ ഇവിടെ കൂടുതലായിട്ടും മറൈൻ എൻവിയോൺമെൻറ്റിലാണ് എന്ന് മാത്രമല്ല ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഇൻ നേച്ചർ. So the dinoflagellates are the protistans they found mostly in marine environments and they are photosynthetic in nature. Then the most important characteristic feature of dinoflagellates are they appear in various colors. പല നിറങ്ങളിൽ കാണപ്പെടും, like yellow, green, brown, blue, red, etc. They appear in various colors. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പല നിറങ്ങളിൽ കാണപ്പെടുന്നു എന്ന് വെച്ചാൽ because of the presence of various pigments in their cells. അതിൻ്റെ കോശങ്ങളിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള പിഗ്മെൻസിൻ്റെ പ്രസൻസ് കൊണ്ട്, പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിഗ്മെൻറ്റ്സ് അവിടെ കാണപ്പെടുന്നുണ്ട്. ആ പിഗ്മെൻസിൻ്റെ പ്രസൻസ് കൊണ്ട് അവിടെ യെല്ലോ, അതുപോലെ ഗ്രീൻ, അതുപോലെ ബ്രൗൺ, അതുപോലെ ബ്ലൂ, അതുപോലെ റെഡ്, അങ്ങനെ പല നിറങ്ങളിൽ ഇത് കാണപ്പെടാറുണ്ട്. മനസ്സിലായല്ലോ. ഇനി ഈ പറയുന്ന ഡൈനോഫ്ലജലേറ്റ്സിൻ്റെ സെൽ വോൾ, ദെയർ സെൽ വോൾ കമ്പോസ്ഡ് ഓഫ് ഓർ ദെയർ സെൽ വോൾ കൺസിസ്റ്റ് ഓഫ് സെല്ലുലോസിക് പ്ലേറ്റ്സ്. അതിൻ്റെ സെൽ വോളിൽ സെല്ലുലോസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ പേര് പോലെ തന്നെ മോസ്റ്റ് ഓഫ് ദം ഹാവ് ടു ഫ്ലജല്ല. ഇതിൽ പറഞ്ഞു ഡൈനോഫ്ലജലേറ്റ്സ്, ഡൈ എന്ന് പറഞ്ഞാൽ ടു, ഡൈനോ എന്ന് പറഞ്ഞാൽ ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദം ഹാവ് ടു ഫ്ലജല്ല. മിക്കവാറും ഉള്ളതിലെല്ലാം തന്നെ രണ്ട് ഫ്ലജല്ലയുണ്ട്. വൺ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് അതർ വൺ ഈസ് ട്രാൻസ്വേഴ്സൽ. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലജല്ലയാണ്. വൺ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ല ആൻഡ് ദ അതർ വൺ ഈസ് ട്രാൻസ്വേഴ്സൽ. അപ്പോൾ പറഞ്ഞ എന്തൊക്കെയാണ്? ദ ഡൈനോഫ്ലജലേറ്റ്സ് ആർ മറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക് protistans. Then they appear in various colors like yellow, green, brown, blue, red, etc. depending on the various pigments. Then point number 3, their cell wall composed of cellulosic plates. മനസ്സിലായല്ലോ. ഇനി മോസ്റ്റ് ഓഫ് ദം ഹാവ് ടു ഫ്ലജല്ല. വൺ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ദ അതർ വൺ ഈസ് ട്രാൻസ്വേഴ്സൽ. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജല്ലയും ഉണ്ട്, ഒരു ട്രാൻസ്വേഴ്സൽ ഫ്ലജല്ലയും ഉണ്ട്. മനസ്സിലായല്ലോ. ഇനി ഇതിനൊരു എക്സാമ്പിളുകൾ നമുക്ക് പറയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ റെഡ് കളറിൽ, ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന ഒരു ഡൈനോഫ്ലജലേറ്റ് ഉണ്ട്. പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ദ റെഡ് ഡൈനോഫ്ലജലേറ്റ്. അതിൻ്റെ പേര് ഗോണിയാലക്സ് എന്നാണ്. GONYAULAX, ഗോണിയാലക്സ്. ഈ റെഡ് ഡൈനോഫ്ലജലേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ റെഡ് ഡൈനോഫ്ലജലേറ്റ് ഗോണിയാലക്സ് ഇറ്റ് അണ്ടർഗോ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ. അത് വളരെ പെട്ടെന്ന് റാപ്പിഡ് മൾട്ടിപ്ലൈ ചെയ്യും. കാരണം ഇത് സീ വാട്ടറിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് റാപ്പിഡായിട്ട് വളരെ വേഗം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ബോഡി, റെഡ് ഡൈനോഫ്ലജലേറ്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ ബോഡിയിലുള്ള റെഡ് കളർ ഇറ്റ് സ്പ്രെഡ് ഓൾ ഓവർ ദ സീ. ഈ റെഡ് കളറ് ഈ പറയുന്ന കാരണം സീ വാട്ടറിലാണല്ലോ കാണപ്പെടുന്നത്, സീയിൽ സ്പ്രെഡ് ചെയ്യും. അപ്പം അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്താണ് ഒരു ഓവറോൾ മൊത്തത്തിലൊരു ചുവന്ന നിറമായിട്ട് മാറും. അപ്പം ഇതിനെ നമ്മളൊരു പേര് വിളിക്കും. ഇതിനെ വിളിക്കുന്ന പേര് റെഡ് ടൈഡ്സ് എന്നാണ്. റെഡ് ടൈഡ്സ്, റെഡ് ടൈഡ്, TID ടൈഡ് എന്ന് പറഞ്ഞാൽ തിരമാല എന്നാണ്. റെഡ് ടൈഡ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ദ റെഡ് ഡൈനോഫ്ലജലേറ്റ് ലൈക്ക് ഗോണിയാലക്സ് ഇറ്റ് അണ്ടർഗോ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ആസ് എ റിസൾട്ട് ദ റെഡ് കളർ ഇറ്റ് ഓഫ് the dinoflagellate it spread all over the sea and the phenomenon is called red tide. ഇതിനെയാണ് നമ്മൾ റെഡ് ടൈഡ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. മാത്രമല്ല ഈ ഡൈനോഫ്ലജലേറ്റ്സ് അല്ലെങ്കിൽ ഈ പറയുന്നതിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ചില ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ട്. ഈ ടോക്സിക് സബ്സ്റ്റൻസസിന് ദേ ഹാവ് ദ എബിലിറ്റി ടു കിൽ അതർ മറൈൻ ആനിമൽസ് സച്ച് ആസ് ഫിഷസ്. അത്രത്തോളം വിഷം ഉള്ള ഒരു വിഷാംശം ഇതിലുണ്ട്. അത് റിലീസ് ചെയ്യപ്പെടുന്ന ടോക്സിക് സബ്സ്റ്റൻസസ് ഫിഷസ്, കടലിൽ കാണപ്പെടുന്ന മത്സ്യങ്ങളെ വരെ കൊല്ലാൻ ഒരു കേപ്പബിലിറ്റി ഉള്ളതാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും ഓർമ്മിക്കുക. രണ്ടാമത്തേത് ഡൈനോഫ്ലജലേറ്റ്സ്. Dinoflagellates are marine photosynthetic protistans and they appear in various colors like yellow, green, brown, blue, red, etc. And that is depending on the basis of the different kinds of pigments present in their cell. Their cell wall composed of cellulosic plates. Most of them have two flagella. One is longitudinal and the other one is transversal.
അതുപോലെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ദ റെഡ് ഡൈനോഫ്ലജലേറ്റ് ഗൂണിയാലെക്സ് അല്ലെ, ഇറ്റ് അണ്ടർഗോ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ആസ് എ റിസൾട്ട് ദ റെഡ് കളർ ഇറ്റ് സ്പ്രെഡ് ഓൾ ഓവർ ദ സീ അല്ലെ. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് റെഡ് ടൈഡ്സ്. Also, the toxins released from these dinoflagellates have the ability to kill other aquatic organisms like fishes. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ക്രൈസോഫൈറ്റ്സിലെ ഡൈറ്റമേഷ്യസ് എർത്തും ഇപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞ ഡൈനോഫ്ലജലേറ്റ്സിലെ റെഡ് ടൈഡ്സും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് പഠിക്കണം. അത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ നോക്കാം നമുക്ക്. യൂഗ്ലിനോയിഡ്സ് എന്നാണ് പറയുന്നത്. യൂഗ്ലിനോയിഡ്സ് അതായത് കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ മൂന്നാമത്തെ സബ് ഡിവിഷനാണ് യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂഗ്ലിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഫ്രഷ് വാട്ടർ പ്രോട്ടിസ്റ്റൻസ്. ക്രൈസോഫൈറ്റ്സ് ഫ്രഷ് വാട്ടർ മറൈനുമുണ്ട്, ഡൈനോഫ്ലജലേറ്റ്സ് മറൈൻ കൂടുതലും മറൈനാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഡൈനോഫ്ലജലേറ്റ്സ് ആർ കംപ്ലീറ്റ്ലി ഫ്രഷ് വാട്ടർ പ്രോട്ടിസ്റ്റൻസ്. മനസ്സിലായല്ലോ. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് എ സെൽ വോൾ ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെല്ലിക്കിൾ ആൻഡ് ദാറ്റ് മേക്സ് ദെയർ ബോഡി ഫ്ലെക്സിബിൾ. അതായത് സാധാരണ നമ്മൾ ആദ്യം ക്രൈസോഫൈറ്റ്സ് പറഞ്ഞപ്പോൾ സിലിക്ക കൊണ്ടുള്ള സെൽ വോൾ ഉണ്ടെന്ന് പറഞ്ഞു, രണ്ടാമത് ഡൈനോഫ്ലജലേറ്റ്സ് പറഞ്ഞപ്പോൾ സെല്ലുലോസിക് ആയിട്ടുള്ള സെൽ വോൾ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മൂന്നാമത്തെ ഇതിൽ ഇൻസ്റ്റെഡ് ഓഫ് എ സെൽ വോൾ, അത് സെൽ വോളിന് പകരമായിട്ട് ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ. അവിടെ പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള പ്രോട്ടീൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ലെയർ കാണപ്പെടുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേര് പെല്ലിക്കിൾ എന്നാണ്. ഈ പെല്ലിക്കിൾ എന്ന് പറയുന്നത് യൂഗ്ലിനോയിഡ്സിൻ്റെ ബോഡി ഫ്ലെക്സിബിൾ ആയിട്ട് മാറാൻ, വഴക്കമുള്ളതായിട്ട് മാറാൻ സഹായിക്കുന്നു. അപ്പോൾ എന്താണ് രണ്ടാമത്തെ പോയിന്റ്, ഇൻസ്റ്റെഡ് ഓഫ് എ സെൽ വോൾ ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെല്ലിക്കിൾ ആൻഡ് വിച്ച് മേക്സ് ദെയർ ബോഡി ഫ്ലെക്സിബിൾ. ഓക്കെ, ദെൻ ദീസ് യൂഗ്ലിനോയിഡ്സ് ഹാവ് 2 ഫ്ലജല്ല. നമ്മൾ ഡൈനോഫ്ലജലേറ്റ്സ് പറഞ്ഞ പോലെ തന്നെ യൂഗ്ലിനോയിഡ്സിനും 2 ഫ്ലജല്ല കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 ഈസ് ഷോർട്ട് ആൻഡ് ദ അതർ 1 ഈസ് ലോങ്. ഒരു വലിയ ഫ്ലജല്ലയും ഒരു കുഞ്ഞു ഫ്ലജല്ലയുമാണ് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ എന്തൊക്കെയാണ്, യൂഗ്ലിനോയിഡ്സ് ആർ ഫ്രഷ് വാട്ടർ പ്രോട്ടിസ്റ്റൻസ്. ദേ ഫൗണ്ട് ഇൻ സ്റ്റാഗ്നൻറ്റ് വാട്ടർ, അതായത് തെളിഞ്ഞ വെള്ളത്തിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഫ്രഷ് വാട്ടർ പ്രോട്ടിസ്റ്റൻസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് എ സെൽ വോൾ ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെല്ലിക്കിൾ വിച്ച് മേക്സ് ദെയർ ബോഡി ഫ്ലെക്സിബിൾ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദേ ഹാവ് 2 ഫ്ലജല്ല, 1 ഈസ് ലോങ് ആൻഡ് ദ അതർ 1 ഈസ് ഷോർട്ട്. മനസ്സിലായല്ലോ. ഇനി ഈ യൂഗ്ലിനോയിഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ദേ ആർ ഫോട്ടോസിന്തറ്റിക്. ലൈറ്റിൻ്റെ പ്രസൻസിൽ അത് ഫോട്ടോസിന്തറ്റിക് ആണ്. ബട്ട് ഇൻ ആബ്സെൻസ് ഓഫ് ലൈറ്റ് ഇറ്റ് ഷോസ് ഹെറ്ററോട്രോപ്പിസം. ലൈറ്റ് ആബ്സെൻ്റ് ആണെങ്കിൽ അത് ഹെറ്ററോട്രോപ്പിക് ന്യൂട്രീഷൻ കാണിക്കും. എന്ന് പറഞ്ഞാൽ ദേ പ്രെഡേറ്റ്സ് അതർ സ്മോൾ ഓർഗാനിസംസ്, മറ്റുള്ള കുഞ്ഞു കുഞ്ഞു ഓർഗാനിസംസിനെ അതിൻ്റെ ആഹാരമായിട്ട് മാറ്റും. ലൈറ്റ് പ്രസൻ്റ് ആയിരിക്കുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ദേ ആർ ഫോട്ടോസിന്തറ്റിക്, അത് സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യും. ബട്ട് ഇൻ ആബ്സെൻസ് ഓഫ് ലൈറ്റ് ഇറ്റ് ഷോസ് ഹെറ്ററോട്രോപ്പിസം, ദറ്റ് മീൻസ് ദേ പ്രെഡേറ്റ്സ് അതർ സ്മോൾ ഓർഗാനിസംസ്. കാരണം ഇപ്പോൾ ഈ പറയുന്ന യൂഗ്ലിനോയിഡ്സിൽ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പിഗ്മെൻസിന് സമാനമായിട്ടുള്ള, ക്ലോറോഫിൽ പോലെയുള്ള പിഗ്മെൻസിന് സമാനമായിട്ടുള്ള പിഗ്മെൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലൈറ്റിൻ്റെ പ്രസൻസിൽ അത് ഫോട്ടോസിന്തറ്റിക് ആണെന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ യൂഗ്ലീന പറയുന്നുണ്ട്, പറഞ്ഞാൽ മനസ്സിലായോ. ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ദേ ആർ ഫോട്ടോസിന്തറ്റിക് ആൻഡ് ഇൻ ആബ്സെൻസ് ഓഫ് ലൈറ്റ് ദേ പ്രെഡേറ്റ്സ് അതർ സ്മോൾ ഓർഗാനിസംസ്. ദേ ഹാവ് എന്താണ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് ഇൻ ദെയർ ബോഡി. അതിൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് കാണപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ യൂഗ്ലീന. അപ്പോൾ ഒന്നുകൂടെ പറയാം, യൂഗ്ലിനോയിഡ്സ് most of them are freshwater organisms. Point number 2, instead of a cell wall they have a protein rich layer called pellicle which makes their body flexible. Point number 3, they have 2 flagella, one is long and the other one is short. Point number 4, they are photosynthetic in presence of sunlight and in absence of sunlight they predates other small organisms. അതായത് രണ്ടും കാണിക്കുന്നുണ്ട്, ഓട്ടോട്രോപ്പിസവും കാണിക്കുന്നു, ഓട്ടോട്രോഫിക്കുമാണ് ഹെറ്ററോട്രോഫിക്കുമാണ്. അപ്പോൾ ഇത് ഓട്ടോട്രോഫിക് എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇൻ ദെയർ ബോഡി സ്മോൾ പിഗ്മെൻറ്റ്സ് ആർ ദെയർ അല്ലേ, റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോസിന്തസിസ്, അതായത് സെൽഫ് നറിഷിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള പിഗ്മെൻറ്റ്സ് അവിടെ കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഇൻ ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് ദേ പ്രെഡേറ്റ്സ് അതർ സ്മോൾ ഓർഗാനിസംസ്. എക്സാമ്പിൾ യൂഗ്ലീന. അപ്പോൾ ഇത്രയുമാണ് മൂന്നാമത്തെ കാറ്റഗറി യൂഗ്ലിനോയിഡ്സിനെ കുറിച്ച് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നാലാമത്തേത് സ്ലിമോൾസ് എന്ന് പറയും. ഈ സ്ലിമോൾസ് എന്ന് പറഞ്ഞാൽ ദേ ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്സ്.
ഈ സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ദേ ഡിറൈവ് ന്യൂട്രിയൻസ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് സബ്സ്ട്രേറ്റ്സ്. ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും മറ്റും ആഹാരം സ്വീകരിക്കുന്ന പ്രോട്ടിസ്റ്റൻസ് ആണ് ആരെന്ന് പറയുന്നത്, സ്ലൈം മൗൾസ് എന്ന് പറയുന്നത്. So slime molds are saprophytic protistans. That means they derive nutrients from dead and decaying substrates. അപ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകത, ഡ്യൂറിങ് ഫേവറബിൾ കണ്ടീഷൻ, അതായത് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ദേ ഫോം ആൻ അഗ്രിഗേഷൻ കോൾഡ് പ്ലാസ്മോഡിയം. അത് ഈ അഗ്രിഗേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാം കൂടി ഇങ്ങനെ കൂടിച്ചേർന്ന് വരിക. ഫേവറബിൾ കണ്ടീഷനിൽ ഇത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു അഗ്രിഗേറ്റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുകയും അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും കംപ്ലീറ്റ് ആയിട്ട്. എന്നാൽ അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ, പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ, ഈ അഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന പ്ലാസ്മോഡിയം എന്ന് പറയുന്ന സ്ട്രക്ചർ ഡിഫറൻഷിയേറ്റ് ചെയ്യും, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് ഫ്രൂട്ടിംഗ് ബോഡീസ് ആയിട്ട് മാറും. അത് ഡെവലപ്പിംഗ് സ്ട്രക്ചറാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത്. അതിൻ്റെ ടിപ്പിൽ സ്പോർസ് വരും. വളരെ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്നൊരു കാര്യമാണ്, തെറ്റിപ്പോകുന്നൊരു കാര്യമാണ്. അതായത് ഡ്യൂറിങ് ഫേവറബിൾ കണ്ടീഷൻസ് ദേ ഫോം ആൻ അഗ്രിഗേഷൻ കോൾഡ് പ്ലാസ്മോഡിയം, and during unfavorable condition this plasmodium differentiates and produce fruiting bodies with the spores. മനസ്സിലായോ? അനുകൂല സാഹചര്യങ്ങളിൽ എല്ലാം ഇങ്ങനെ കൂടിച്ചേർന്ന് അഗ്രിഗേറ്റ് ചെയ്ത് ഒരു പ്ലാസ്മോഡിയം എന്ന് പറയുന്ന സ്ട്രക്ചറായിട്ട് മാറുകയും അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് കണ്ടീഷൻസ് അൺഫേവറബിൾ ആകുമ്പോൾ ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന അഗ്രിഗേറ്റിംഗ് സ്ട്രക്ചർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോന്നും ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് മാറും. ഈ ഫ്രൂട്ടിംഗ് ബോഡിയുടെ ടിപ്പിൽ എന്തും ഫോം ചെയ്യും, സ്പോർസും ഫോം ചെയ്യും. മനസ്സിലായല്ലോ? അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോർസ് വളരെയധികം റെസിസ്റ്റിംഗ് എബിലിറ്റി ഉള്ളതാണ്. അതായത് ഒരുപാട് നാൾ സർവൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. മനസ്സിലായി? എന്നിട്ട് ഈ സ്പോർസ് എയറിലേക്കാണ് ഡിസ്പേഴ്സ് ചെയ്യപ്പെടുന്നത്, അതായത് വായുവിലേക്കാണ് ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്യപ്പെടുന്നത്. അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് പുതിയ പ്രോട്ടിസ്റ്റൻസ്, അതായത് സ്ലിം മൗൾസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന പ്രോട്ടിസ്റ്റൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ, സ്ലിം മൗൾസ് ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റൻസ് ആൻഡ് ദേ ഡിറൈവ് ന്യൂട്രിയൻസ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് സബ്സ്ട്രേറ്റ്സ്. Then during favorable conditions they form an aggregation. അത് ശ്രദ്ധിക്കണം. During favorable conditions they form an aggregation called plasmodium and that grow and spread over several feet. During unfavorable condition this plasmodium differentiates and produce fruiting bodies with the spores at their tips. മനസ്സിലായല്ലോ? And these spores are highly resistant and dispersed through air. അപ്പോൾ ഇത്രയുമാണ് സ്ലിം മൗൾസ് എന്ന് പറയുന്ന നാലാമത്തെ കാറ്റഗറിയെക്കുറിച്ച് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് അഞ്ചാമത്തെ കാറ്റഗറി ആയിട്ടുള്ള പ്രോട്ടോസോവൻസിനെ കുറിച്ചാണ്. ഈ പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത് അതിലും വീണ്ടും 5 സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. തൽക്കാലം നിങ്ങൾ ആദ്യത്തെ 4 സ്ലിം മൗൾസ് വരെയുള്ള പഠിക്കുക. അതിനുശേഷം അഞ്ചാമത്തെ കാറ്റഗറി വീണ്ടും 5 സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അതുകൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. തൽക്കാലം ഈ സ്ലിം മൗൾസ് വരെയുള്ളത് പഠിക്കുക. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുക. അതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.